Dear students, today we work out a problem for computing optimal solution using simplex method. The question is solve the following LPP using simplex method. Maximize z equal to x1 plus 3x2 subject to the constraints 2x1 plus x2 less than or equal to 20, x1 plus 2x2 less than or equal to 20, x1 and x2 greater than or equal to 0. This is the question. At first we have to convert all the structural equations into structural constraints into equations. Okay. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും 2x1 plus x2 plus s1 equal to 20. Here the sign is less than or equal to. Therefore we add a slack variable that is called s1. Okay. And regarding the second equation, here also the symbol is less than or equal to. Therefore we have to add another slack variable termed as s2. Then we get the equation x1 plus 2x2 plus s2 equal to 20. Then rewrite these two equations in an orderly manner. Then we get 2x1 plus x2 plus s1 plus 0 s2 equal to 20. Similarly, the second equation x1 plus 2x2 plus 0 s1 plus s2 equal to 20. Okay. Then we may write these two equations in the form of matrix. Then we get matrix 2 1 1 0 1 2 0 1 equal to matrix 20 20. ഇങ്ങനെ കിട്ടും മാട്രിക്സ് രൂപത്തിൽ. ഓക്കെ. അപ്പോൾ ഈ മാട്രിക്സ് രൂപത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബേസിക് വേരിയബിൾ ഐഡൻറ്റിഫൈ ചെയ്യാം. നോക്കൂ, ഇതാണ് എന്താ 1 0 0 1. ഓക്കെ. യൂണിറ്റ് വെക്റ്റർ എന്ന് പറയും. S1ഉം S2 ആണ് യൂണിറ്റ് വെക്റ്റർ ഉള്ളത്. ബാക്കിയെല്ലാം 1 2 ഒക്കെയാണ്. 0യും ഒരു 1ഉം മറ്റുള്ളതൊക്കെ 0 ആയിരിക്കും. ഇവിടെ 1ഉം 0 ആണ്, ഇവിടെയും 1ഉം 0 ആണ്. അതുകൊണ്ട് S1 S2 ആണ് ബേസിക് വേരിയബിൾ. ഈ ബേസിക് വേരിയബിൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇതുവരെ ചെയ്തത് കൺസ്ട്രെയിൻസ് വെച്ചുള്ള കാര്യങ്ങളാണ് ചെയ്തിരുന്നത്. ഇനി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ CJ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. നോക്കൂ, now let us rewrite the objective function as maximize z equal to x1 plus 3x2 plus 0 s1 plus 0 s2. അപ്പോൾ സ്ലാക്ക് വേരിയബിൾസ്, രണ്ട് സ്ലാക്ക് വേരിയബിൾസും ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മാക്സിമൈസ് z എന്ന ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ ഒന്നുകൂടെ എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ മെട്രിക്സ് ഫോം എന്ന് പറഞ്ഞാൽ 1 3 0 0 എന്ന് കിട്ടും. അപ്പോൾ CJ വാല്യൂസ് ആണ് 1 3 0 0. ഓക്കെ. now we can draw the initial simplex table. ഓക്കെ. ബേസിക് വേരിയബിൾ കോളത്തിൽ ഫസ്റ്റ് കോളം ബേസിക് വേരിയബിൾ കോളമാണ്, ബി എന്ന് പറയും. ബേസിക് വേരിയബിൾസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു S1 S2. ഓക്കെ. ആൻഡ് ദി കോഎഫിഷ്യൻ്റ് ഓഫ് ദീസ് ബേസിക് വേരിയബിൾസ് ഇൻ ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നോക്കൂ, ഇതാ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ബേസിക് വേരിയബിളായ S1 S2 അതിൻ്റെ കോഎഫിഷ്യൻസ് എന്താ 0 0 ആണ്. അപ്പോൾ 0 0. ഓക്കെ. ദെൻ സൊല്യൂഷൻ ടു കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ. കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്തായിരുന്നു നോക്കൂ. കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് 20 20 ആണ്. അതാണ് അടുത്തതായിട്ട് ചേർക്കുന്നത് 20 20. ദെൻ കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ്റെ ആ കോഎഫിഷ്യൻസ് ആണ് അടുത്തതായിട്ട് എഴുതേണ്ടത്. എന്താണ് 2 1 1 0 1 2 0 1. ഓക്കെ. നോക്കൂ, 2 1 1 0 1 2 0 1 കൺസ്ട്രെയിൻറ്റ് ഇക്വേഷൻ കോഎഫിഷ്യൻസും എഴുതി. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് ഇവിടെ ZJ വാല്യൂ കണ്ടുപിടിക്കണം. ഓക്കെ. ZJ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ 2 ഇൻറ്റു 0 പ്ലസ് 1 ഇൻറ്റു 0. ഓക്കെ. ക്ലിയർ? ഇവിടെ നോക്കൂ, 1 ഇൻറ്റു 0 പ്ലസ് 2 ഇൻറ്റു 0, 1 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 0, ഇവിടെ 0 ഇൻറ്റു 0 പ്ലസ് 1 ഇൻറ്റു 0. അപ്പോൾ ZJ വാല്യൂസ് x1 into 0, x2 0, x1 0, s2 0, എല്ലാം 0 തന്നെ. CJ വാല്യൂസ് എന്തായിരുന്നു? 1 3 0 0 1 3 0 0. അപ്പോൾ ZJ മൈനസ് CJ നെറ്റ് വാല്യുവേഷൻ. നെറ്റ് വാല്യുവേഷൻ എന്തിനു വേണ്ടിയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള ഇവിടെയുള്ള ഈ ആൻസർ ഉണ്ടല്ലോ, സൊല്യൂഷൻ എന്താ? S1 20 S2 20 ആണ് നിലവിലിപ്പോൾ കിട്ടിയിരിക്കുന്ന സൊല്യൂഷൻ. ഈ സൊല്യൂഷൻ്റെ ഓപ്റ്റിമാലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ZJ വാല്യൂ കണ്ടുപിടിക്കുന്നത്, നെറ്റ് വാല്യുവേഷൻ കണ്ടുപിടിക്കുന്നത്. നെറ്റ് വാല്യുവേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ZJ വാല്യൂവിൽ നിന്ന് CJ കുറയ്ക്കുന്നത്. ഓക്കെ. ഡെൽറ്റ J ഈസ് ഈക്വൽ ടു
zj minus zj ആണ്. അപ്പോൾ 0 minus 1 minus 1, 0 minus 3 minus 3, 0 minus 0 0, 0 minus 0 0. അപ്പോൾ ഇവിടെ ഈ ഡെൽറ്റ ജെ വാല്യൂ ഓർ നെറ്റ് വാല്യൂഷൻ വാല്യൂസ് ഒന്ന് നോക്കൂ. ഹിയർ ദി ഡെൽറ്റ ജെ വാല്യൂസ് കണ്ടെയ്ൻസ് നെഗറ്റീവ് വാല്യൂസ്. -1 -2 എന്നീ രണ്ട് നെഗറ്റീവ് വാല്യൂസ് ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നെഗറ്റീവ് വാല്യൂ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് ഈ സൊല്യൂഷൻ? ഇവിടെ S20, S20, S120, S220 എന്ന ഈ സൊല്യൂഷൻ, feasible solution is not an optimal solution. Okay, so we have to make revisions in this solution. അപ്പോൾ എന്താ ചെയ്യുക? മൈനസ് വാല്യൂ വന്നതുകൊണ്ട് ഓപ്റ്റിമൽ അല്ല. അപ്പോൾ ഹയസ്റ്റ് മൈനസ് വാല്യൂ ഉള്ള വേരിയബിൾ ഏതാണെന്ന് നോക്കുക. -3 ആണ് ഹയസ്റ്റ് മൈനസ് വാല്യൂ. ഓക്കെ, അപ്പോൾ അത് x2 ആണ്. അപ്പോൾ ഈ x2നെയാണ് നമ്മൾ ഈ ബേസിക് വേരിയബിളാക്കി മാറ്റേണ്ടത്. അപ്പോൾ ബേസിക് വേരിയബിൾ കോളത്തിലേക്ക് വരേണ്ട വേരിയബിളാണ് x2. x2നെ നമ്മൾ ഇൻകമിങ് വേരിയബിൾ എന്ന് പറയും. അപ്പോൾ S1, S2 ഇതിലേതെങ്കിലും ഒന്നിൻ്റെ സ്ഥാനത്ത് x2 വരണം. അതുകൊണ്ട് x2നെ ഇൻകമിങ് വേരിയബിൾ എന്ന് വിളിക്കും. അപ്പോൾ ഇൻകമിങ് ആണെന്ന് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ ഒരു ഏരോ മാർക്ക് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇത് ഇൻകമിങ് വേരിയബിൾ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇനി ഈ S1, S2 ഇതിലേതാണ് പോവേണ്ടത്? ഔട്ട് ഗോയിങ് വേരിയബിൾ ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഔട്ട് ഗോയിങ് വേരിയബിൾ ഏതാണെന്ന് കണ്ടുപിടിക്കുക എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? റീപ്ലേസ്മെൻറ്റ് റേഷ്യോൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അപ്പോൾ റീപ്ലേസ്മെൻറ്റ് വേരിയബിൾ, അപ്പോൾ നമ്മൾ റീപ്ലേസ്മെൻറ്റ് റേഷ്യോൻ്റെ അടിസ്ഥാനത്തിലാണ് ഔട്ട് ഗോയിങ് വേരിയബിളിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? നോക്കൂ, റീപ്ലേസ്മെൻറ്റ് റേഷ്യോ ഈസ് ഡിനോട്ടഡ് ബൈ ദി സിമ്പിൾ തീറ്റ. തീറ്റ ഈസ് ഈക്വൽ ടു XB ഡിവൈഡഡ് ബൈ ദി വാല്യൂസ് ഇൻ കീ കോളം. ഇതാണല്ലോ ഇൻകമിങ് വേരിയബിൾ. x2 ആണ് ഇൻകമിങ് വേരിയബിളിൻ്റെ ആ ഒരു കോളത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻകമിങ് കോളം എന്ന് പറയുന്നത്. പിവട്ട് കോളം എന്നെല്ലാം വിളിക്കും. ഈ കോളത്തിലുള്ള ഇതിന് ഓരോ വേരിയബിളിനും കറസ്പോണ്ടിങ് ആയിട്ട് x2 കോളത്തിലുള്ള വാല്യൂ കൊണ്ട് XBയെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 20 ഡിവൈഡഡ് ബൈ 1 ഈക്വൽ ടു 20 കിട്ടും. ഇവിടെ 20 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു 10 കിട്ടും. അപ്പോൾ ഈ 20ഉം 10ഉം ഇതാണ് റീപ്ലേസ്മെൻറ്റ് റേഷ്യോ. ബേസിക് വേരിയബിൾസിൻ്റെ റീപ്ലേസ്മെൻറ്റ് റേഷ്യോ ആണിത്. S1ൻ്റെ റീപ്ലേസ്മെൻറ്റ് റേഷ്യോ 20, S2ൻ്റെ റീപ്ലേസ്മെൻറ്റ് റേഷ്യോ 10. അപ്പോൾ റീപ്ലേസ്മെൻറ്റ് റേഷ്യോയിൽ നമ്മൾ ഏതാ എടുക്കുക? മിനിമം നോൺ നെഗറ്റീവ് റീപ്ലേസ്മെൻറ്റ് റേഷ്യോ എടുക്കണം. മിനിമം നോൺ നെഗറ്റീവ് റീപ്ലേസ്മെൻറ്റ് റേഷ്യോ. ഇവിടെ രണ്ടും നോൺ നെഗറ്റീവാണ്, രണ്ടും പോസിറ്റീവാണ്. അതുകൊണ്ട് മിനിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ആണ്. ഇനി 0 ഉണ്ടെങ്കിൽ 0 എടുക്കണം. എന്തുകൊണ്ടാണ്? 0 നെഗറ്റീവ് അല്ല, നോൺ നെഗറ്റീവ് വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മൈനസ് വാല്യൂ കൺസിഡർ ചെയ്യരുത്, നോൺ നെഗറ്റീവ് വാല്യൂ ആയിരിക്കണം. 0 ഉൾപ്പെടെയുള്ള എല്ലാ വാല്യൂവും പരിഗണിക്കാം, മൈനസ് വാല്യൂ ഒഴികെ. അപ്പോൾ ഇവിടെ മിനിമം നോൺ നെഗറ്റീവ് വാല്യൂ എന്ന് പറഞ്ഞാൽ 10 ആണല്ലോ. അപ്പോൾ 10 വരുന്ന ഏതാ വേരിയബിൾ? S2 ആണ്. അപ്പോൾ S2 ഈസ് ദി ഔട്ട് ഗോയിങ് വേരിയബിൾ, ഡിപ്പാർട്ടിങ് വേരിയബിൾ. ഓക്കെ, അപ്പോൾ ഇതാണ് ഔട്ട് ഗോയിങ് S2, ഇൻകമിങ് X2, ഇൻകമിങ് X2, ഔട്ട് ഗോയിങ് S2. ഓക്കെ, അപ്പോൾ നോക്കൂ, ഇത് ഇൻകമിങ് ആണെങ്കിൽ ഇതാണ് ഔട്ട് ഗോയിങ്. അപ്പോൾ ഇതാണ് ഔട്ട് ഗോയിങ് റോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിവട്ട് റോ എന്ന് പറയുന്നത്. ഇതും അതുപോലെ ഇതും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന വാല്യൂ ആണ് 2. അപ്പോൾ 2 ആണ് കീ എലിമെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ കീ എലിമെൻറ്റും അതേപോലെ ഇൻകമിങ് വേരിയബിളും അതുപോലെ ഔട്ട് ഗോയിങ് വേരിയബിളും, ഈ 3 കാര്യങ്ങളും നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ ഈ 3 കാര്യങ്ങൾ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ ഇനീഷ്യൽ സിംപ്ലക്സ് ടേബിൾ റിവൈസ് ചെയ്ത് കൊണ്ടുള്ള സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ വരയ്ക്കാൻ. നമുക്ക് സെക്കൻഡ് സിംപ്ലക്സ് ടേബിളിലേക്ക് പോകാം. സെക്കൻഡ് സിംപ്ലക്സ് ടേബിൾ നോക്കൂ. ബേസിക് വേരിയബിൾ കോളത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന S1നെ അങ്ങനെ തന്നെ കൊടുത്തു. S1ൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലുള്ള കോഎഫിഷ്യൻ്റ് 0 ആണ്, അതങ്ങനെ തന്നെ കൊടുത്തു. ഇനി ഇവിടെ S2 ഔട്ട് ഗോയിങ് ആണ്, അവിടെയാണ് X2 വരുന്നത്. അപ്പോൾ X2 കൊടുക്കണം. എന്നിട്ട് X2ൻ്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലുള്ള കോഎഫിഷ്യൻ്റ് നോക്കൂ. X2ൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ കോഎഫിഷ്യൻ്റ് 3 ആണ്. അപ്പോൾ ഇവിടെ S1 0, X2 3 വരണം. ബേസിക് വേരിയബിൾസ് അതായി മാറും. അപ്പോൾ S1 0, X2 3 ആയി വന്നു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ അതായത് നേരത്തെ ഇനീഷ്യൽ ടേബിൾ കൂടെ നോക്കിക്കൊണ്ടിരിക്കണം. X2 കോളത്തിൽ ഇതാ ഈ കീ എലിമെൻ്റ് ഉണ്ടല്ലോ,
ഈ കീ എലിമെൻറ്റിനെ നമുക്കിത് x2നെ ബേസിക് വേരിയബിളാക്കി മാറ്റണം, ഈ കോളത്തിലേക്ക് കൊണ്ടുവരണം. ഇൻകമിംഗ് ആയി മാറിയ ഈ x2നെ ബേസിക് വേരിയബിളാക്കി മാറ്റണമെങ്കിൽ ബേസിക് വേരിയബിൾ അതിൻ്റെ ആ കോളം ഇതെന്തായി മാറണം? യൂണിറ്റ് വെക്ടറായി മാറണം. അതിന് നമ്മൾ ചെയ്യുന്ന രീതി എന്താണ്? ഈ കീ എലിമെൻറ്റിനെ 1 ആക്കി മാറ്റും. മറ്റുള്ള വാല്യൂ ഈ കോളത്തിലുള്ള x2ൻ്റെ മറ്റെല്ലാ വാല്യൂവിനെയും 0 ആക്കി മാറ്റണം. അപ്പോൾ ഇവിടെ 2നെ 1 ആക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അത് 1 ആയി മാറും. നോക്കൂ, 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 1 ആയി. അപ്പോൾ ഈ റോയിലുള്ള എല്ലാ വാല്യൂവിനെയും, അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് ബേസിക് വേരിയബിൾ എന്ന ഈ 3 ഒഴികെ ബാക്കി എല്ലാ വാല്യൂവിനെയും പഴയ ടേബിളിലുള്ള ഈ റോയിലുള്ള വാല്യൂവിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ XB കോളത്തിലുള്ള 20യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 10. 1നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 0.5. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 1. 0/2 = 0. 1/2 = 0.5. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിവിടെ എന്തായി മാറി? x2 എന്ന വേരിയബിൾ ഈ ഇൻകമിംഗ് വേരിയബിളായി മാറിയ, അല്ലെങ്കിൽ ബേസിക് വേരിയബിളാക്കി മാറ്റി. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇവിടെ കോഎഫിഷ്യൻ്റ് ഓഫ് കൺസ്ട്രെയിൻറ്റ് ഇക്വേഷനിൽ x2ൻ്റെ വാല്യൂസ് യൂണിറ്റ് വെക്ടറായി മാറണം. ഇപ്പോൾ 0യും 1 ആയി മാറണം. ഇവിടെ നമ്മൾ 1 ആക്കി. അപ്പോൾ ഇനി ഇവിടെ 0 ആക്കണം. അത് 0 ആക്കി. ഇവിടെ 1 ആയപ്പോൾ ഇതിനെ നമ്മൾ 0 ആക്കി മാറ്റി. ഓക്കെ, ഇത് 0 ആക്കി മാറ്റുമ്പോൾ അവിടെ നേരത്തെ ഉണ്ടായിരുന്നത് എത്രയായിരുന്നു? നോക്കൂ, x2 കോളത്തിൽ 1 ആയിരുന്നു. 1നെ 0 ആക്കി മാറ്റി. 0 ആക്കി മാറ്റുമ്പോൾ ഇതാ ഇവിടെ മുതൽ ഈ 20യും 2ഉം അതുപോലെ ഈ 1ഉം ഈ 0യും നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ചസ് വരുത്തണം. അങ്ങനെ റിവൈസ്ഡ് വാല്യൂ 22 അതുപോലെ 1 0 ഇതിൻ്റെ ഒക്കെ റിവൈസ്ഡ് വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ? ഈ ഓൾഡ് വാല്യൂവിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്തിയാൽ മതി. എന്തായിരുന്നു? ഓൾഡ് വാല്യൂ മൈനസ്, നമ്മൾ എന്താ ചെയ്യാറ്? പഴയ വാല്യൂ ഇതായിട്ടിരിക്കുകയാണ് 20 മൈനസ് ആ കീ കോളവും കീ റോയും നോക്കി കറസ്പോണ്ടിങ് വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ 20നെ റിവൈസ്ഡ് വാല്യൂ 20ൻ്റെ റിവൈസ്ഡ് വാല്യൂ കാണണമെങ്കിൽ ഈ കീ കോളം ഏതായിരുന്നു? ഇതാണ് കീ കോളം. ഓക്കെ, ഇത് കീ റോയാണ്. ഇതിന് ഈ 20ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കീ കോളം ഇതാണല്ലോ, ഇതാണ് കീ കോളം. ഇതിന് കറസ്പോണ്ടിങ് 20ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കീ കോളത്തിൽ വരുന്ന 1. അതുപോലെ ഇതാണ് കീ റോ എന്ന് പറയുന്നത്. അപ്പോൾ 20ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കീ റോയിൽ വരുന്ന വാല്യൂ ഇതാണ്. അപ്പോൾ ഈ 1 × 20 ഡിവൈഡഡ് ബൈ കീ എലിമെൻറ്റ് 2 അത് മൈനസ് ചെയ്യണം. അപ്പോൾ 20 മൈനസ് 1 × 2/2. ഓക്കെ, ആ രീതിയിലാണ് വാല്യൂ കണ്ടുപിടിക്കുക. 20 മൈനസ് 1 × 20/2. അപ്പോൾ 10 കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് നോക്കൂ, അടുത്ത വാല്യൂ ഈ 2ൻ്റെ പുതിയ റിവൈസ്ഡ് വാല്യൂ എന്തായിരിക്കും വരിക? 2 മൈനസ് ഓൾഡ് വാല്യൂ മൈനസ്, ഇനി ഈ 2ന് കറസ്പോണ്ടിങ് ആയിട്ട് കീ കോളത്തിലും റോയിലും വരുന്ന കീ കോളം ഇതാണ്. 2ന് കറസ്പോണ്ടിങ് ആയിട്ട് കീ കോളത്തിൽ വരുന്ന 1, ഇതാണ് കീ റോ. 2ന് കറസ്പോണ്ടിങ് ആയിട്ട് കീ റോയിൽ വരുന്ന വാല്യൂ 1 ആണ്. അപ്പോൾ 1 × 1 കീ എലിമെൻറ്റ് 2. അപ്പോൾ 2 മൈനസ് 1 × 1/2. 2 മൈനസ് 1 × 1/2 = 0.5. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞു 0 തന്നെ. ഇതേപോലെ S1ഉം S2ഉം നിങ്ങൾ ഈ രീതിയിൽ 1 മൈനസ് 1 × 0/2, 0 മൈനസ് 1 × 1/2. അപ്പോൾ ആ വാല്യൂ കിട്ടി, റിവൈസ്ഡ് വാല്യൂസ് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോഴുള്ള സൊല്യൂഷൻ എങ്ങനെയാണ്? S1 10ഉം x2 10ഉമാണ്. ഇതാണ് നിലവിലുള്ള സൊല്യൂഷൻ. നമുക്ക് ഫീസിബിൾ സൊല്യൂഷനായിട്ട് വന്നിരിക്കുന്ന S1 10 x2 10 ആണ്. അപ്പോൾ ഈ S1 10 x2 10 എന്നിങ്ങനെയുള്ള, അല്ലെങ്കിൽ ഇവിടെ ഇല്ലാത്ത വേരിയബിളായ S2 0 x1 0. അപ്പോൾ മൊത്തമുള്ള വേരിയബിൾ നോക്കുമ്പോൾ, നമ്മുടെ ഡിസിഷൻ വേരിയബിൾ നോക്കുമ്പോൾ x2 10ഉം x1 0യുമാണ് നമ്മുടെ ഇപ്പോഴുള്ള സൊല്യൂഷൻ. ആ സൊല്യൂഷൻ ഓപ്റ്റിമൽ സൊല്യൂഷൻ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യണം. ഓപ്റ്റിമൽ സൊല്യൂഷൻ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഡെൽറ്റ ജെ വാല്യൂ കണ്ടുപിടിക്കണം. നെറ്റ് വാല്യുവേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ഓപ്റ്റിമൽ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുക.
അപ്പോൾ ഡെൽറ്റ ജെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? ഡെൽറ്റ ജെ ഈസ് ഈക്വൽ ടു സെഡ് ജെ മൈനസ് സി ജെ. സെഡ് ജെ കണ്ടുപിടിച്ചോളൂ. സെഡ് ജെ എന്ന് പറഞ്ഞാൽ ഇതാ ഈ x1 ഇൻറ്റു 0, 1.5 ഇൻറ്റു 0 പ്ലസ് 0.5 ഇൻറ്റു 3, അപ്പോൾ 1.5. അതുപോലെ 0 ഇൻറ്റു 0 പ്ലസ് 1 ഇൻറ്റു 3. ഇവിടെ 1 ഇൻറ്റു 0 പ്ലസ് 0 ഇൻറ്റു 3 ഈക്വൽ ടു 0. ഇവിടെ മൈനസ് 0.5 ഇൻറ്റു 0 പ്ലസ് 0.5 ഇൻറ്റു 3 ഈക്വൽ ടു 1.5. അപ്പോൾ സെഡ് ജെ വാല്യൂ. സി ജെ വാല്യൂ മാറ്റമൊന്നുമില്ല, നേരത്തെ ഉള്ളതുപോലെ തന്നെ 1300. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ ജെ കിട്ടും. എന്താ? 0.5, 0, 0, 1.5. ഹിയർ ഓൾ ദി ഡെൽറ്റ ജെ വാല്യൂസ് ആർ എയ്തർ 0 ഓർ പോസിറ്റീവ്. ഒന്നുകിൽ 0 അല്ലെങ്കിൽ പോസിറ്റീവ്, നെഗറ്റീവ് വാല്യൂ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ സൊല്യൂഷൻ എന്താണ്? ഓപ്റ്റിമൽ സൊല്യൂഷനാണ്. ഓപ്റ്റിമൽ സൊല്യൂഷൻ അപ്പോൾ എന്താണ്? S1 10, x2 10 ആണ് ഓപ്റ്റിമൽ സൊല്യൂഷൻ. എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊല്യൂഷൻ ഡിസിഷൻ വേരിയബിളിൻ്റെ വാല്യൂ അല്ലേ കാണേണ്ടത്. അപ്പോൾ ഡിസിഷൻ വേരിയബിൾ എന്താ? x2ഉം x1ഉം ആണ്. x1 ഇവിടെ ഇല്ലാത്തത് കൊണ്ട് x1ൻ്റെ വാല്യൂ 0, s2ൻ്റെ വാല്യൂ 10. അപ്പോൾ x2 ഈക്വൽ ടു 10, x1 ഈക്വൽ ടു 0, വിച്ച് മാക്സിമൈസ് ദാറ്റ് വാല്യൂ 0 പ്ലസ് 3 ഇൻറ്റു 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 പ്ലസ് 3x2 ആയിരുന്നു. x1 0 പ്ലസ് 3 ഇൻറ്റു x2 10 ആണ് 30. അപ്പോൾ ഇതാണ് ഓപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓപ്റ്റിമൽ സൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ അഡീഷണലായിട്ടൊരു കോളം വരഞ്ഞ് എന്ത് ചെയ്യേണ്ടി വരുന്നില്ല? ഈ തീറ്റ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് റേഷ്യോ കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് കണ്ടുപിടിക്കേണ്ടി വരുന്നത് എപ്പോഴാണ്? ഈ വാല്യൂ നോക്കിയിട്ടാണ്. ഈ വാല്യൂ നെഗറ്റീവ് വാല്യൂ വന്നിട്ടുണ്ടെങ്കിലാണ് നമ്മളിവിടെ ഒരു അഡീഷണൽ കോളം കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അത് അവിടെ കോളം കൊടുക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ഈ ടേബിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് ഇന്ന് ഇത്രയും മതി. ഈ ഒരു പ്രോബ്ലം ഒന്നുകൂടെ നന്നായിട്ട് മനസ്സിലാക്കുക. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.